എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിലെ ഏറ്റവും ലളിതമായ വാട്ടർ കളർ ചെയ്യാൻ സാധിച്ചു എന്ന് പറഞ്ഞ് മാത്രമല്ല എനിക്ക് ഒരുപാട് പേര് വർക്ക് അയച്ചു തന്നു. ഞാൻ എപ്പോഴും പറയുന്ന ഏറ്റവും ബിഗിനർ ലെവലിൽ നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങുന്നത് ഏറ്റവും താഴെ നിന്നാണ്. ഏറ്റവും ബിഗിനർ ലെവലിൽ ഏതൊരു കൊച്ചു കുഞ്ഞിനും ചെയ്യാവുന്ന രീതിയിൽ. ഇത് കണ്ടാൽ നിങ്ങൾ വാട്ടർ കളറും പഠിക്കും. ഇത് കഴിഞ്ഞ് അക്കറിലേക്ക് വരുമ്പോൾ അതും പഠിക്കും, വരയ്ക്കാനും പഠിക്കും. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ പരിശ്രമിച്ചാൽ. നമ്മുടെ ചാനൽ വാക്കും വരയുമാണ്. അതുകൊണ്ട് ഏതാനും മിനിറ്റ് വാക്കുകൾ. അതുപോലെ വേറൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പല ഉപാധികൾ നമ്മൾ പറയാറുണ്ട്. തൽക്കാലം യാത്രകൾ പോവുക, ഉറ്റവരുമായി സംസാരിക്കുക, അതുപോലെ തന്നെ ഏതെങ്കിലും ഗാർഡനിങ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ നമ്മുടെ ദുഃഖത്തെ അലിയിച്ചു കളയാൻ ബാഹ്യമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തേടാറുണ്ട്. പക്ഷെ അതൊക്കെ ആത്യന്തികമായിട്ട് നിലനിൽക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് വരും. പുറമേ നിന്ന് നമ്മൾ എന്തൊക്കെ തേടുന്നു അതൊന്നും സ്ഥിരമല്ല. പക്ഷേ ചലിക്കാത്തതായിട്ട് ഒന്നുണ്ട്, മാറാത്തതായിട്ടൊന്ന്, അണഞ്ഞു പോകാത്തൊരു നാളമുണ്ട്. അതിനെയാണ് നമ്മൾ ആത്മാവ് എന്ന് പറയുന്നത്, ആത്മബോധം എന്ന് പറയുന്നത്, ആത്മീയത എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഇതിലൊരു മതസങ്കല്പമില്ല. എല്ലാവരും ഒരേ ആത്മാവാണ്, ഒരേ പ്രപഞ്ചത്തിൻ്റെ മക്കളാണ്, ഏകോദര സഹോദരങ്ങളാണ്. പ്രപഞ്ചത്തിൽ നിന്ന് നോക്കുമ്പോൾ ഒരേ പ്രപഞ്ച ഉദരത്തിൽ ജനിച്ചവരാണ് നമ്മളൊക്കെ. അപ്പോൾ നമുക്കൊക്കെ ഒന്നു ചേർന്ന് നമ്മുടെ ഇഷ്ടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ട് നമ്മുടെ ഉള്ളിലെ നിലനിൽപ്പ് എന്താണ്, നമ്മളെങ്ങനെയാണ് ഉള്ളിൽ നിന്നുകൊണ്ട് പലതിനെയും കാണുന്നത്, ബാഹ്യ നേത്രങ്ങൾ കൊണ്ട് കാണുന്ന പലതിലും പെട്ടുപോകാതിരിക്കാൻ ആത്മീയത നല്ലൊരു വഴിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വേർപാട് ഇന്നും കുത്തി നോക്കുന്ന ഒന്നാണ്. അതുപോലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മയും. ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് പെട്ടെന്ന് തകർന്നു വീണപ്പോൾ ഞാൻ ചെയ്തത് ഗാർഡനിങ് ആണ്. ഒരു തരിശായിട്ട് കിടന്ന, അല്ലെങ്കിൽ തുറസായി കിടന്ന ഈ മുറ്റത്ത് ഞാൻ കുറേ ചെടികൾ മേടിച്ചു വെച്ചു. പരിചയക്കുറവുകൊണ്ട് കുറേയൊക്കെ ഞാൻ നശിപ്പിച്ച് കളയുകയും ചെയ്തു. അതായത് 1.5 മാസം പ്രായമുള്ള കുഞ്ഞിന് ചിക്കൻ ബിരിയാണി കൊടുക്കുന്ന പോലെ ചെറിയ ചെടിക്കൊക്കെ നല്ല വളമിട്ട് കൊടുത്ത് എല്ലാം ചെയ്തു. പക്ഷെ ഞാനിവിടെ ഒരു ചെറിയ ഗാർഡൻ ഉണ്ട്. വരുന്ന ക്ലാസ്സുകളിൽ എൻ്റെ അതിജീവനത്തിൻ്റെ കഥയിലൂടെ ഞാൻ ഇതൊക്കെ കാണിച്ചു തരാം. ഒരു ഗാർഡനിലൂരി അതിലെൻ്റെ ആത്മാംശമുണ്ട്. കാരണം ഞാൻ കടന്നുപോയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെയൊക്കെ ഞാൻ അതിജീവിച്ചു എന്നുള്ളത് ആ ഗാർഡനിലൂടെ നിങ്ങൾക്ക് കാണാം. ഞാൻ പോകുന്ന ഗാർഡനുകൾ കാണിച്ചു തരാം. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ ചില അനുഭവങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ഞാനെന്നോ എൻ്റേതെന്നോ പറയാനുള്ള ഒന്നും നമ്മുടെ കയ്യിലില്ല. വെറുകയോടെ മടങ്ങിപ്പോകണം. ഇവിടെ ഈ ഒരു മായയിൽ ഈ ലീലാവിലാസങ്ങളെ അറിഞ്ഞുകൊണ്ട് ഇതിലൊക്കെ ഒന്ന് നിലനിന്നിട്ട് അങ്ങോട്ട് വിട്ടുകൊടുക്കണം. ആ ഒരു സാക്ഷിഭാവത്തിലാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ഇതിലൊന്നും നമ്മൾ ഭ്രമിച്ചിട്ടല്ല. നമ്മൾ ഒന്നിലും ഭ്രമിക്കേണ്ടതില്ല. നമുക്ക് വരുന്ന സ്നേഹവും ഇഷ്ടവും പ്രണയവും ഒക്കെ അതിനെ ആത്മീയ തലത്തിൽ കണ്ടാൽ മതി. ബാഹ്യമായിട്ട് കാണുന്നതൊക്കെ നഷ്ടപ്പെടും. നമുക്കൊന്നും നഷ്ടപ്പെടില്ല എന്നറിയുന്നത് നമ്മൾ ആത്മീയ ഭാവത്തിൽ നിന്നിട്ടാണ്. അതുകൊണ്ട് തുറന്ന ആത്മീയമായൊരു ചർച്ചയെ നമ്മുടെ ചാനലിലൂടെ ഇനി വരും. ആഴ്ചയിൽ 2 ക്ലാസ് ഉറപ്പായിട്ടും ചിത്രകല, ഏറ്റവും ബേസിക് ആയിട്ടുള്ളത്. ഞാൻ എൻ്റെ സമയങ്ങൾ ഇനി കൃത്യമായിട്ട് പറയാം, ചാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. 2 ക്ലാസ്സിൽ പ്യുവർ ആത്മീയതയുണ്ടാകും, മോട്ടിവേഷൻ. നമുക്ക് ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ എന്ന് പറയാം. അത് ആത്മീയതയിൽ തന്നെയാണ്. ആത്മീയത എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ പറഞ്ഞു ഒരു മതാധിഷ്ഠിത സങ്കല്പമല്ല. കാരണം നമ്മളിൽ നിലനിൽക്കുന്ന ആത്മചൈതന്യത്തെ അറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ചില പരിഹാരങ്ങളുണ്ട്, അത് നമുക്കുണ്ട്. പിന്നെ ചില യാത്രകൾ, എൻ്റെ നാട് കുട്ടനാടാണ്, കുട്ടനാട്ടിലെ കാഴ്ചകൾ, എൻ്റെ ചെടികൾ, ജീവനകലയുമായി സംബന്ധിച്ച ബാഹ്യമായ കുറേ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും എല്ലാ ദിവസവും പരമാവധി ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ ആത്യന്തികമായ ഉദ്ദേശം എന്താണ്? സന്തോഷം, സമാധാനം, സംതൃപ്തി. ഇവിടെ ഇങ്ങനെ വലിയ പരിക്കുകളില്ലാതെ നമുക്ക് ജീവിച്ച് മരിക്കാനാവണം. എല്ലാവരും ഒരുപോലെ സന്തുഷ്ടരായിക്കൊണ്ട് യുദ്ധങ്ങളും യുദ്ധഭീതിയും വഴക്കും വക്കാണോ ഒന്നുമില്ലാണ്ട് സന്തോഷത്തോടെ കുറച്ചു കാലം നമുക്ക് ജീവിക്കാൻ നമുക്ക് വേണ്ടതൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ എന്തായാലും നിങ്ങൾ വാട്ടർ കളറിലേക്ക് കിടക്കുക, ജലച്ചായം കാണുക. വളരെ സിമ്പിളാണ്. വരച്ചിട്ട് എനിക്ക് അയച്ചു തരണം. അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് ഇഷ്ടം. നമുക്ക് ചിത്രകലയിലേക്ക് കിടക്കാം. നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളെ ഒരു വാട്ടർ കളർ ചെയ്യാൻ അത്യാവശ്യം നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളൊന്ന് പരിചയപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ നിരത്തി വച്ചിരിക്കുന്നത്. എല്ലാം സാമ്പിളാണ്. നോക്കൂ, നമ്മൾ ആദ്യം വേണ്ടത് ഒരു നല്ല പാലറ്റാണ്. അത്യാവശ്യം വലിയ ഒരുപാട് കളറുകൾ നമുക്ക് നിറങ്ങളിവിടെ വെക്കാൻ പറ്റിയ, ഹോൾഡ് ചെയ്യാൻ പറ്റിയ പാലറ്റ്. ഇവിടെ മിക്സിങ് ഏരിയ ആണ്. ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനെയുള്ളൊരു പാലറ്റ് നിങ്ങൾ വാങ്ങിക്കുക. പിന്നീട് അതിലേക്കുള്ള നിറങ്ങൾ നോക്കൂ. നമുക്ക് സാപ്പ് ഗ്രീൻ, ലെമൺ യെല്ലോ, കണ്ടോ,
ക്രിംസൺ, പ്രഷ്യൻ ബ്ലൂ, ഇങ്ങനെ ഒരു 18 അല്ലെങ്കിൽ 24, ഇനി 12 ഉണ്ടെങ്കിൽ അത് അത്രയും ഷെയ്ഡ് കിട്ടുന്ന ക്യാമലിൻ്റെ വാട്ടർ കളർ നിങ്ങൾ വാങ്ങിക്കുക. ഇത് ക്യാമൽ ആർട്ടിസ്റ്റ് വാട്ടർ കളറാണ് കേട്ടോ. ആർട്ടിസ്റ്റ് വാട്ടർ കളറാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. 18 ഷെയ്ഡുണ്ട്, 24 ഉണ്ട്, അല്ലെങ്കിൽ 12 ഷെയ്ഡുണ്ട്. 12 മേടിച്ചാലും മതി. അപ്പോൾ പാലറ്റ് പറഞ്ഞു, നിറങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനി ബ്രഷാണ്. ഇത് നമ്മൾ മോപ്പ് ബ്രഷ് എന്ന് പറയും. മോപ്പ് ബ്രഷ് ഉണ്ടോ? ഇത് വന്നിരിക്കുന്നത് ബ്രസ്ട്രോ എന്ന കമ്പനിയുടെയാണ്. അത്യാവശ്യം വിലയുണ്ട്. 800-900 രൂപയ്ക്ക് അടുത്തുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ മേടിച്ചപ്പോൾ 600 ആണെന്ന് ഓർമ്മയില്ല. ഓക്കെ, അത്രയും വില വരുന്ന ബ്രഷുകളാണ് ഇത്. 4 എണ്ണം ഉണ്ട്. ഒരെണ്ണം ഇവിടെ മിസ്സിംഗ് ആണ്, ഏറ്റവും ചെറിയ ബ്രഷ്. അപ്പോൾ ഇത് കൂടുതൽ വെള്ളം ഹോൾഡ് ചെയ്യും നമുക്ക് വാട്ടർ കളറിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇത്തരം മോപ്പ് ബ്രഷുകൾ ഉപയോഗിക്കുന്നത്. ഇത് നനച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ തന്നെ കാണിക്കൂടെ, നനച്ചിട്ടുണ്ട്. നനച്ചു കഴിഞ്ഞാൽ നോക്കൂലേ, വളരെ നമുക്ക് പോയിൻ്റായിട്ട് കിട്ടുന്നതുണ്ടോ. ഇതാണ് മോപ്പ് ബ്രഷ്. ഓക്കെ, അത് കാണിച്ചു. ഇതൊരു വാഷ് ബ്രഷ്. ഇതിൻ്റെ വീതിയുള്ള തന്നെ വാഷ് ബ്രഷ് എടുക്കാം. നമുക്ക് ഇപ്പോൾ സ്കൈ ഒക്കെ ചെയ്യുമ്പോൾ വാഷ് ചെയ്യാനായിട്ട് ഇതെടുക്കാം. ഇതൊരു ലോങ് ഹെയർ റിഗർ ബ്രഷ് പോലെ, റിഗർ അല്ല, അതുപോലെ ലോങ് ഹെയർ ബ്രഷാണ്. നമുക്ക് ബ്രാഞ്ചസ് ഒക്കെ മരങ്ങൾ വരയ്ക്കുമ്പോൾ അതിനുപയോഗിക്കാം. ഇതൊക്കെ സാധാരണ പോയിൻ്റായി വരുന്ന ചെറിയ റൗണ്ട് ബ്രഷുകളാണ് കേട്ടോ. നമുക്ക് ചെറിയ ഏരിയ ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഇതുപോലെ കുറച്ച് ബ്രഷ് മേടിക്കാം. ഇതിൻ്റെ നമ്പർ 6 ആണ്, ഇത് വന്നിട്ട് 10 ആണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ എവിടെ, ആമസോൺ ലിങ്ക് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ലിങ്ക് നോക്കിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ, അപ്പോൾ ഇത്രയായി. നമ്മൾ ഇനി പെൻസിൽ വേണം. നമ്മൾ സ്കെച്ച് ചെയ്യുമ്പോൾ വലിയ തെളിച്ചുള്ള പെൻസിൽ കൊണ്ട് ചെയ്യേണ്ട. ഒരു HB മതി, അല്ലെങ്കിൽ 2B ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ മുന്നോട്ട് പോകരുത്. അങ്ങനെയുള്ള ബ്രഷ് കൊണ്ട് നമുക്ക്, പെൻസിൽ കൊണ്ട് നമുക്ക് സ്കെച്ച് ചെയ്യാം. ഇനി നമുക്ക് 2-3 തരത്തിലുള്ള പേപ്പറുകൾ കിട്ടും. അതിന് കോൾഡ് പ്രസ് എന്നും ഹോട്ട് പ്രസ് എന്നും ഒക്കെ ഉണ്ട്. പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് ഈ ഗ്രെയിൻസ് ഉള്ള പേപ്പർ, ഇത് കണ്ടോ, ഇതുപോലുള്ള ഈ ഗ്രെയിൻസ് കൂടിയത് കോൾഡ് പ്രസ് പേപ്പറുകളാണ്. അതാണ് നമ്മൾ സ്പ്രെഡ് ചെയ്യില്ല ആർട്ടിസ്റ്റൊക്കെ വരയ്ക്കുമ്പോൾ. ഒരുപാട് സ്പ്രെഡ് ചെയ്ത് വരയ്ക്കാൻ പറ്റുന്ന, പെട്ടെന്ന് പടരുന്ന, വളരെ നന്നായിട്ട് ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത് കോൾഡ് പ്രസ്സാണ്. പക്ഷെ തുടക്കക്കാർക്ക് കോൾഡ് പ്രസ് എന്ന് പറയുന്നത് ആ പേപ്പർ ഹാൻഡിൽ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കൺട്രോൾ കിട്ടണം. അതുകൊണ്ട് തുടക്കക്കാർ ഹോട്ട് പ്രസ് പേപ്പർ മേടിച്ചാൽ മതി. അതിന് ഗ്രെയിൻസ് ഉണ്ടാവില്ല, വളരെ പ്രഷറുള്ള പേപ്പറാണ്, പെട്ടെന്ന് വെള്ളം താഴില്ല. അതിന് നമ്മൾ എനിക്ക് പറയാനുള്ളത് ഐവറി ഇല്ലേ, ഐവറി പേപ്പറുകൾ, അത് തന്നെ വളരെ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് നോക്കി വാങ്ങുക ഐവറി. അത് ഈ പറഞ്ഞ പോലെ ആമസോണിലൊക്കെ കിട്ടും, ഫ്ലിപ്കാർട്ടിൽ കിട്ടും, അല്ലെങ്കിൽ ഏതെങ്കിലും ആർട്ട് മെറ്റീരിയൽ ഷോപ്പിൽ ചോദിച്ചാൽ ഐവറി പേപ്പറുകൾ കിട്ടും. ഒരുപാട് വിലയുള്ളതല്ല. അതല്ലെങ്കിൽ എനിക്ക് അടുത്ത ദിവസം കിട്ടിയാണ് അനുപം എന്ന ബ്രാൻഡിൻ്റെ 200 GSM-ൻ്റെ 25 ഷീറ്റിൻ്റെ ഒരു ബുക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊരു സൂപ്പർ മാർക്കറ്റിൽ ആർട്ടിൻ്റെ സെക്ഷനിൽ നിന്ന് കിട്ടിയതാണ്. അത്യാവശ്യം നമുക്ക് സ്കെച്ച് ആൻഡ് വാഷ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്ന ഒരു സ്കെച്ചിങ് ബുക്കാണ്. ഇതിനും അത്യാവശ്യം ഗ്രെയിൻസ് ഒക്കെ ഉണ്ട്, കണ്ടോ, ചെറുതായിട്ട് വർക്ക് ചെയ്യാം. ഇതിൽ നമ്മൾ ഇന്നൊരു പടം വരച്ച് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ചിത്രകലയുമായി ബന്ധപ്പെട്ട് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെക്കുക. ഇത് സൈഡിൽ വെച്ചേക്കുന്നത് മറിഞ്ഞാൽ പണിയാകും. പിന്നെ നമ്മൾ ടിഷ്യൂ പേപ്പറുകൾ തീരാറായി ഉണ്ടാകുക, അത് കയ്യിലുണ്ടാവുക കേട്ടോ. ഇനി നിങ്ങൾക്ക് വരച്ചിട്ട് സ്കെച്ച് ചെയ്തിട്ട് വാഷ് ചെയ്യുന്നവർക്കാണെങ്കിൽ നോക്കുക, ആർട്ട് ലൈൻ തുടങ്ങിയ 808 005 തൊട്ട് 08 വരെയുള്ള ഡ്രോയിങ് പെന്നുകൾ കിട്ടും. ഇത് ഒരിക്കലും നമ്മൾ വാട്ടർ കളർ ചെയ്യുമ്പോൾ പടരില്ല. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് തുടക്കക്കാർക്ക് ഔട്ട്ലൈൻ വരച്ചിട്ട് പതുക്കെ ഫില്ല് ചെയ്ത് വാട്ടർ കളർ ചെയ്യാം. നമ്മളീ പഠിപ്പിക്കുന്നതൊക്കെ തുടക്കക്കാർക്കുള്ള ക്ലാസ്സുകളാണ്, അല്ലാതെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആർട്ടിസ്റ്റുമാർക്കല്ല, പയറ്റി തെളിഞ്ഞ ആർട്ടിസ്റ്റുമാർക്കുള്ളതല്ല. നിങ്ങൾ തുടക്കക്കാർക്കാണ് തുടങ്ങുന്നത്. ഇപ്പം ഇത്രയും കാര്യം ഞാനിന്ന് പരിചയപ്പെടുത്തി. നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾ സംശയം തീർന്നു എന്ന് വിചാരിക്കുന്നു. വരുന്ന ക്ലാസ്സുകളിൽ എന്തൊക്കെ വേണമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും നിങ്ങൾ ഈ ക്ലാസ്സിലേക്ക് വരാൻ പറയാമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഇത്രയുമാണ് കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പതുക്കെ ഒരു ഏറ്റവും തുടക്കക്കാർക്കുള്ള എന്ന് വെച്ചാൽ പ്രഗത്ഭരായ ഓരോ ആർട്ടിസ്റ്റും ഇങ്ങോട്ട് നോക്കരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കാരണം ഇത് നമ്മൾ പിച്ച വെച്ച് നടക്കുന്നവർക്കുള്ള വാട്ടർ കളർ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മാത്രം പഠിപ്പിക്കുന്ന ക്ലാസ്സാണ്. അതിനുശേഷം വലിയ വലിയ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ അങ്ങനെ ആവട്ടെ, ഞാനിനി ചിത്രത്തിലേക്ക് കിടക്കുകയാണ്. നമ്മൾ കാണിച്ചതുപോലെ തന്നെ വളരെ വേഗം ഒരു ഫ്ലവർ വരയ്ക്കുന്നു. അത് നിങ്ങൾക്ക് എങ്ങനെ പെട്ടെന്ന് കളർ ചെയ്യാമെന്ന രീതി ഞാൻ കാണിച്ചു തരും. ചിത്രകലയിൽ സ്കെച്ചിങ്ങിൻ്റെ കുറേ ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് കരുതുന്നു. ഇപ്പം ട്യൂലിപ്പ് എന്ന് പറയുന്ന ഒരു ഫ്ലവറാണ് ട്യൂലിപ്പ് അല്ലേ, ആ ഒരു ഫ്ലവറാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ആണ് നമുക്ക് എളുപ്പമായിട്ട് തോന്നിയത്. ഇവിടെ തന്നെ ഞാൻ നിങ്ങൾക്ക് വരയ്ക്കാൻ പാകത്തിനാണ് ഇത് ചെയ്യുന്നത്, പെട്ടെന്ന് കളർ ചെയ്യാൻ പാകത്തിന്.
ഇവിടെ സ്കെച്ചിങ് ഞാൻ വിചാരിക്കുന്നു ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് സ്കെച്ചിങ് തീർക്കാവും അല്ലേ, അല്ലെങ്കിൽ പിന്നെ നമുക്കൊത്തിരി സമയം പോകുന്നു. ഞാൻ 2 ഫ്ലവർ 2 ലീഫുമാണ് വരയ്ക്കുന്നത്. സമയം പോലെ ഞാൻ 2 ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ 1 ഫ്ലവർ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഒന്ന് പോസ് ചെയ്യാം. നോക്കാം, ഞാൻ 2 സ്കെച്ച് ഇട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ ക്രിംസൺ എന്നൊരു കളർ കൊണ്ടാണ് ഫ്ലവർ ചെയ്യുന്നത്. അധികം കളറുകൾ മിക്സ് ചെയ്യുന്നില്ല. ലീഫിന് വേണ്ടി സാബ് ഗ്രീന്, ഡീപ്പ് ഗ്രീൻ, പ്രഷ്യൻ ബ്ലൂ തുടങ്ങിയ കളറുകളൊന്ന് മിക്സ് ചെയ്യും. ഇതിൽ തന്നെ ടോണ് ഡാർക്ക് വരാൻ വേണ്ടി അല്പം ബേൺ സീനോ മറ്റോ ഇതിനകത്തൊരു ഡാർക്കിന് വേണ്ടി നമ്മൾ ചേർക്കും. ഇത്രയേ ഉള്ളത്. നമ്മൾ പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ വേഗം പഠിക്കുവാനുള്ള ഏറ്റവും ലളിതമായ മാർഗ്ഗങ്ങൾ ഏറ്റവും ചെറിയ സമയം കൊണ്ട് എഡിറ്റിംഗ് ഇല്ലാതെയാണ് നമ്മൾ ചെയ്യുന്നത്. ചിലയിടങ്ങളിൽ നമ്മൾ ഇനി സമയം പോയൊന്ന് പോസ് ചെയ്യും കുറച്ച് നേരത്തേക്ക്, പക്ഷെ ഒരു പാഠഭാഗം പോലും ക്ലാസ് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ എഡിറ്റ് ചെയ്യുകയില്ല. ഇവിടെ റിയലായിട്ട് വർക്ക് ചെയ്യുകയാണ്. പിന്നെ പറയാനുള്ളത്, നമ്മൾ എന്തിനാണ് ഞാൻ ഈ ചിത്രകലാ ക്ലാസ്സുമായിട്ട് ഇവിടെ വരുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരുപാട് പേരെ ഒരു കൗൺസിലിങ്ങും കൺസൾട്ടിങ്ങും ഒക്കെ ചെയ്യുന്ന സമയത്ത് പലരും നമ്മൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒരുപാട് മാനസിക വ്യഥകൾ, ഇപ്പോൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ചുമ്മാതിരിക്കുന്നു, വീട്ടിലിരിക്കുന്നു, അല്ലെങ്കിൽ ഇനിയൊന്നും ജീവിതത്തിൽ ചെയ്യാനില്ല എന്ന് കരുതുന്നവർ, മറ്റു പല ദുഃഖങ്ങളിൽപ്പെട്ടവർ, അവർക്കൊക്കെ ഒരു വിനോദോപാധിയും ഇനി ചിത്രകല സീരിയസ് ആയിട്ട് പഠിക്കണമെന്നുള്ളവർക്ക് നമ്മുടെ ക്ലാസ്സുകളും ഒക്കെ നമ്മളിവിടെ തുറന്നുകൊണ്ടാണ് ഈ ഒരു വേദിയിലേക്ക് വന്നിട്ടുള്ളത്. എൻ്റെയും ജീവിതത്തിലൂടെ ഞാൻ പലപ്പോഴും പറയാണ്ട് ഒരുപാട് തരത്തിലുള്ള മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോയ ഒരാളാണ്. ഭാര്യയുടെ അമ്മയുടെയൊക്കെ പെട്ടെന്നുണ്ടായ മരണം. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കരകയറി, ഒന്ന് എൻ്റെ ചിത്രകലാ ക്ലാസ്സുകൾ, 2 ഞാൻ അപ്പോൾ തന്നെ കുറേ ഗാർഡൻ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചു ആദ്യമായിട്ട്. അപ്പോൾ അതിൽ എനിക്കുണ്ടായ രസകരമായ അനുഭവങ്ങൾ, എൻ്റെ ഗാർഡനൊക്കെ പരിചയപ്പെടുത്തുന്ന ചില സെഷനുകൾ ഇനി വരും. 2 ക്ലാസ് ആഴ്ചയിൽ ചിത്രകലയും, 1 ക്ലാസ്സോളം ഈ ഗാർഡൻ, നമ്മൾ പോകുന്ന ഗാർഡനുകൾ, അവിടുത്തെ ചെടികൾ, എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ, ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന ഗാർഡൻ്റെ ഭംഗി ഒക്കെ നിങ്ങൾ ഒരു എഡിറ്റിങ്ങും ഇല്ലാതെ കാണിക്കുന്നു. പിന്നെ മോട്ടിവേഷൻ ക്ലാസ്, ഇതെല്ലാം ചേർന്ന് എന്തായാലും 2 ക്ലാസ്സുകൾ ചിത്രകല ഉണ്ടാവും. അതിൻ്റെ ഡേറ്റുകൾ ഞാൻ കരുതുന്നത് തിങ്കളും വെള്ളിയുമായിരിക്കും 2 ദിവസം ചിത്രകല. ബാക്കി ദിവസങ്ങളിൽ ഗാർഡനെക്കുറിച്ചും പിന്നെ മോട്ടിവേഷൻ ക്ലാസ്സുകളെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചുമുള്ള വളരെ നിറഞ്ഞു നിൽക്കുന്ന, പരമാവധി എല്ലാ ദിവസവും ഓരോ സെഷനുമായിട്ട് വരുന്നൊരു കാര്യമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. നമുക്ക് വേഗം ചിത്രകലയിലേക്ക് കടക്കാം. ഞാനിവിടെ നോക്കൂ, ക്രിംസൺ എന്ന കളർ എടുത്തിരിക്കുകയാണ്. കണ്ടോ, ഈ ക്രിംസൺ ഇത്ര ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നോക്കൂ, പുറത്തുനിന്ന് കുറേ പട്ടികൾ വെളിയിലുണ്ട്. നമ്മൾ പലപ്പോഴും ഫുഡ് കൊടുക്കണം, അതുകൊണ്ട് തന്നെ ചില സമയത്ത് അവർ വലിയ കോരയാണ് ആരെങ്കിലും കണ്ടാൽ. അപ്പം അതൊക്കെ സഹിക്കായിട്ട്, അതൊക്കെ പ്രകൃതിയുടെ സ്വരമായിട്ട് കാണുക. നമ്മൾ വളരെ ലൈറ്റായിട്ട് ആദ്യത്തെ ഒരു ഫസ്റ്റ് വാഷ് കണ്ടോ, ഇതുപോലെ ലൈറ്റായിട്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോപ്പ് ബ്രഷാണ്, കൂടുതൽ വെള്ളം ഹോൾഡ് ചെയ്യുന്ന ബ്രഷാണ്. നമ്മൾ അത്യാവശ്യം വെള്ളത്തിൽ തന്നെ ചെയ്യുക. പിന്നെ പേപ്പർ വെയിറ്റ് ആണ്. ഇപ്പം നമുക്ക് ഇവിടെ ഒരു ലൈറ്റ് കൊടുക്കണമെങ്കിൽ ഞാൻ കണ്ടോ, ഇവിടെ ബോധപൂർവ്വം ഒരു ലൈറ്റ് വിട്ടിരിക്കുകയാണ്. നോക്കുക, ഇങ്ങനെ ചെയ്യാം. ഇത് നമ്മൾ ഫസ്റ്റ് വാഷ് ഇങ്ങനെയാണ് കണ്ടോ. ഒരു ടിഷ്യൂ പേപ്പർ നമ്മൾ എപ്പോഴും കൈവെക്കുക. നമുക്ക് അധികം വരുന്ന കളറുകൾ നമുക്കിങ്ങനെ പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഞാൻ 2-3 ബ്രഷുകൾ ഉപയോഗിച്ച് കാണിച്ചു തരാം. ഈ മോപ്പ് ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ഇപ്പുറത്തൂടെ വാഷ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഒറ്റയടിക്ക് കാര്യങ്ങളൊക്കെ തീരുമല്ലോ. ബാഹ്യമായ സ്വരങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല കേട്ടോ. നമുക്ക് അതിനെയൊക്കെ ഒഴിവാക്കിയിട്ട് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ പറ്റില്ലല്ലോ. എല്ലാ സ്വരങ്ങളെയും സ്വീകരിച്ചുകൊണ്ട് വരുന്നതിനൊക്കെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ മനോഹാരിത. ഒഴിവാക്കുമ്പോൾ നമുക്കിവിടെ ജീവിക്കാൻ പറ്റാതാണ്. അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും ഓൺലൈനായി, അത് ലൈവ് ക്ലാസ്സുകളിലൂടെ ചിത്രകല, അനാട്ടമിയും പോർട്രേറ്റും കാർട്ടൂണും കാരിക്കേച്ചറും എന്ന് വേണ്ട ചിത്രകലയുടെ എല്ലാ സങ്കേതങ്ങളിലൂടെയും പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെടാം. നമ്മുടെ ക്ലാസ്സുകൾ കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മൾ ഓൺലൈനിൽ സജീവമായിട്ട് ക്ലാസ്സുകൾ നയിക്കുന്നു. ബട്ട് ഓഫ്ലൈൻ ആയിരുന്നു, ഇപ്പോൾ മുഴുവൻ ഓൺലൈൻ ക്ലാസ്സുകളാണ്. സമയവും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട സമയമൊക്കെ നിങ്ങൾ പറയുക. ഇവിടെ പ്രായമോ മറ്റു കാര്യങ്ങളോ ഒന്നും ബാധകമല്ല. നിങ്ങൾക്ക് ചിത്രകല പഠിക്കണമെങ്കിൽ നിങ്ങൾ അല്പം പരിശ്രമിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ കൂടെ നിന്ന്
പഠിപ്പിച്ചു തരാം, അറിയാവുന്നൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ഞാനിവിടെ ഇത്രയും വാഷ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ചെയ്ത് ഉണങ്ങുന്നവരെ നമുക്ക് ഈ ഒരു ലീഫ് കൂടെ ചെയ്യാം. കാര്യം ഇപ്പുറത്തോട്ട് ഇനി കൈ വെക്കാൻ പറ്റില്ല, കാരണം അത് പിന്നെ നമ്മൾ കൈ തൊട്ട് ഇതായിപ്പോൾ. അപ്പോൾ ഈ ഫസ്റ്റ് വാഷ് നിങ്ങൾ കണ്ട് മനസ്സിലായത് ഇത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ. ഇങ്ങോട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് വിട്ടിരിക്കട്ടെ. നമുക്ക് അടുത്ത അല്പം ഗ്രീൻ എടുത്ത് വെക്കാം. ഇതേ ബ്രഷ് കൊണ്ട് തന്നെ ഞാൻ അല്പം സാപ്പ് ഗ്രീൻ എടുത്തു, നമുക്ക് അല്പം ഡീപ്പ് ഗ്രീനും എടുത്തു. ഈ ബ്രഷാണ് കൂടുതൽ വെള്ളം ഹോൾഡ് ചെയ്ത ബ്രഷാണ്. കുറച്ച് വെള്ളത്തിലെടുത്തിട്ട് ഞാൻ ലൈറ്റായിട്ട് തേർന്നു. നമ്മളിങ്ങനെ നമ്മൾ ചെയ്യുകയാണ്. നോക്കുക, കണ്ടോ, ഇവിടം വരെ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവിടൊക്കെ ചെയ്യാം അല്ലേ. ഇവിടൊക്കെ ചെയ്തിട്ട് ഈ കളറുമായിട്ട് പടരാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കുക. അത് ഉണങ്ങിയിട്ടില്ല, അപ്പോൾ നമ്മൾ ആ ഒരു തുമ്പ് കറക്റ്റായിട്ട് നോക്കുക. നിങ്ങൾക്ക് തുടക്കക്കാർക്ക് ഈ ബ്രഷിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ചെറിയ പോയിന്റ് ബ്രഷ് കൊണ്ട് നിങ്ങൾ വരച്ചാൽ മതി. കാര്യം ബ്രഷ് ബാലൻസ് വരുന്നവരെ നമുക്ക് ഇതല്പം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത്രയും ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് നോക്കാം. ഇനി ഞാൻ നിങ്ങളെ ചെറിയ ബ്രഷിൻ്റെ വർക്ക് കാണിച്ചു തരാം. നോക്ക്, നമ്മൾ ചെറിയ ബ്രഷ് കേട്ടോ, ഇതെടുത്തിട്ട് ഇതേ കളർ തന്നെ, നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇതൊന്ന് തുളച്ച് മാറ്റിയിട്ട് ഇവിടെ ചെയ്തിട്ട് കണ്ടോ, കാരണം ഒരു സൈഡിൽ നമ്മൾ വർക്ക് ചെയ്ത് പോകും. ഇപ്പോൾ സെപ്പറേറ്റ് ആയി വരുന്നത് കണ്ടോ. മറ്റേത് ഒറ്റ ടോണിൽ കിടന്ന് നമ്മൾ അടുത്ത ഡീറ്റെയിൽ കൊടുക്കുമ്പോൾ സെപ്പറേറ്റ് ആവുന്നു. ഇവിടെ നമ്മൾ ടെക്നിക്കലായ വാക്കുകളൊന്നും ഇപ്പോൾ പറയുന്നില്ല. ഏറ്റവും ലളിതമായിട്ട് സാധാരണക്കാർക്ക് ചിത്രകലയിൽ ഫസ്റ്റ് വാഷും ഈ ഒരു ബ്രഷ് ഹോൾഡിങ്ങും ഈ ടെക്നിക്കൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്, വെള്ളത്തിൻ്റെ അളവൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ സാധാരണക്കാരായ നമുക്ക് വേണ്ടി ചെയ്യുന്ന സാധാരണവർക്കാണ്. നമ്മൾ എപ്പോഴും എടുത്ത് പറയുന്നതാണ്, ഉയർന്ന തലത്തിലുള്ള ഒരു ചിത്രകാരന് വേണ്ടിയുള്ളതല്ല. അപ്പോൾ ഇവിടെ നമ്മളൊന്ന് അല്പം ഡാർക്ക് കൊടുക്കുന്നു, ഈ ഇതിലുമായിട്ടൊന്ന് മാറി നിൽക്കാനായിട്ട്. അങ്ങനെ വന്നു. അടുത്ത് നമ്മൾ ഒരൊറ്റ കളറേ ഞാൻ എടുത്തുള്ളൂ, ക്രിംസൺ ലൈറ്റായിട്ട് വരുമ്പോൾ നമുക്ക് കണ്ടോ വളരെ നന്നായിട്ട് എടുക്കാം. ഇനി ഇത് കണ്ടോ, ഇവിടെ നമ്മൾ ബ്രഷ് ഒന്ന് തുടച്ചിട്ട് വളരെ പതുക്കെ ഇങ്ങ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കരുത്. ഇനി വരുന്നു. അടുത്ത് നമ്മൾ ഇവിടെ നമ്മൾ 3 പ്രാവശ്യമായിട്ടാണ് ഇതിൻ്റെ ഡീറ്റെയിൽ കൊടുക്കുന്നത്. നമ്മൾ 2 പ്രാവശ്യം കൊണ്ട് ഈ ഡീറ്റെയിൽ കൊടുത്തു. ഇനി നമുക്ക് കുറച്ചുകൂടെ കളർ എടുത്തിട്ട് ഇതൊരു ലെയർ ബൈ ലെയർ ചെയ്ത രീതിയിൽ ഞാൻ കാണിച്ചു തരികയാണ്. ഇനി നമുക്ക് ഒരല്പം ബേൺ സീനെ കൂടെ ചേർക്കാമെങ്കിൽ ഇതിൻ്റെ കുറച്ചുകൂടെ ഒരു ഇരുണ്ട ടോൺ നമുക്ക് വരും. കുറച്ചുകൂടെ കണ്ടോ, ഒരു ചെറിയ വ്യത്യാസം. എന്നിട്ട് നമ്മൾ ഇവിടെ നോക്കും, ഞാൻ ഇവിടെയൊക്കെ ഡീറ്റെയിൽ കൊടുക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ ബ്രഷ് കൊണ്ട് പതുക്കി ഇവിടേക്ക് ഒന്ന് ടച്ചപ്പ് ചെയ്ത് മാറ്റുന്നത് നോക്കാം. എന്തുകൊണ്ടെന്നാൽ ഇത് രണ്ടും ഇവിടെ കുറച്ച് സൈഡിൽ നിന്നുള്ള ഇത് കുറച്ച് അരികാണ് താഴ്ന്നു, അതുകൊണ്ട് നമ്മളിവിടെ കുറച്ച് ഡീറ്റെയിൽ ഇവിടെ കൊടുക്കും. ഇവിടെ ഇത് ഉള്ളിലോട്ട് നിൽക്കുന്നുണ്ട്, ഇവിടെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ഡാർക്ക് കൊടുക്കും. ഇനി ഇതിൻ്റെ ബേൺസിനെ അല്പം എടുത്തിട്ട്
ഇത് നോക്കുക, ഇവിടെ ഇത് ഈ സൈഡിൽ കുറച്ച് വെള്ളത്തിൻ്റെ അളവ് കുറച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വെള്ളം തൊട്ട് ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്യാം. ഇവിടെ സെപ്പറേഷൻ വന്നു അല്ലേ. നമുക്ക് അടുത്ത് വർക്ക് ചെയ്യാം. കുറച്ചുകൂടെ വെള്ളം കുറച്ച്. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഈ വാട്ടർ കളർ ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് ബ്ലാക്കും വൈറ്റും ഉപയോഗിക്കാറില്ല. പേപ്പർ വൈറ്റാണ് ഇതിൻ്റെ വൈറ്റായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡാർക്കായിട്ട് വരുമ്പോൾ നമ്മൾ കളർ മിക്സ് ചെയ്ത് ഡാർക്ക് ആക്കാനില്ല, കറുപ്പെടുത്ത് വെക്കാറില്ല. ഇപ്പോൾ തന്നെ ബ്ലൂ, യെല്ലോ, റെഡ് തുടങ്ങിയ കളറുകൾ മിക്സ് ചെയ്താൽ നമുക്ക് ഡാർക്ക് ഷെയ്ഡ് വരും. അല്ലാതെ കറുപ്പെന്ന കൺസെപ്റ്റിലേക്ക് നമ്മൾ പോകുന്ന കാര്യം ജലച്ചായമാണ്, പേപ്പർ ഡള്ളാവും. പിന്നെ ട്രാൻസ്പെറൻസി നിലനിർത്തി ചെയ്യുന്ന ഒന്നാണ് വാട്ടർ കളർ. അതുകൊണ്ടാണ് നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഇതിപ്പോൾ ഇപ്പോൾ ലെയർ ചെയ്ത് ചെയ്യുന്ന രീതിയാണ് നിങ്ങൾ കാണിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഷേപ്പുകൾ മനസ്സിലാകുന്നത്. ഓരോ ഇതളുകൾ സെപ്പറേറ്റ് ആവുന്നു. ഇവിടെ നമുക്ക് കുറച്ച് ഡെപ്ത് കൊടുക്കാം. ഒരുപോലെ ഷെയ്ഡ് വന്നാലും ഒരു ഭാഗത്ത് കുറച്ച് കുറഞ്ഞ് നിൽക്കണം. ഇപ്പോൾ നമ്മളിങ്ങനെ വെച്ചു. ഇനി നമ്മൾ വെള്ളം കൊണ്ട് ആണ് ഇതിനെ ഒന്ന് ലയിപ്പിക്കുന്നു. നോക്കി, നോക്കാം. നമ്മൾ ഒന്ന് ഉണങ്ങിയപ്പോഴേ കാശിൻ്റെ ഇതുപോലെ വന്നു. ഇനി ഞാൻ ഒരു പൊട്ടിക്ക് പ്രഷർ ബ്ലോ ഒരല്പം ഒരു നേർത്ത രീതിയിൽ നമുക്ക് ഇവിടെ എടുക്കാം. ഈ റെഡിലൂടെ കലർത്താം. ഇത് കുറച്ചുകൂടി വെള്ളം കുറച്ചുകൂടി എടുത്തുകൊണ്ട് നമുക്കിനി ഇതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ഇത് ആ ഉള്ളിലെ ഒരു പെറ്റലായതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഡാർക്ക് കൊടുക്കുന്നത്. അത് നമ്മൾ വെള്ളം തൊട്ട് ഇവിടെ അങ്ങ് ലയിപ്പിക്കാം. കണ്ടോ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു സെപ്പറേഷൻ വരുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെയും കുറച്ച് ആ ബ്ലൂ കൂടെ ചേർത്തുകൊണ്ട് നമുക്ക് വളരെ നല്ല ഡാർക്ക് കിട്ടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആഴത്തിലേക്ക് പോകുന്നുണ്ട്. അത് നമുക്ക് എപ്പോഴും ബ്ലൂ എടുക്കാം. ഇവിടെ നമ്മൾ ഇതിന് ഒരു ചെറിയൊരു അകത്തൊരു പോർഷൻ നമുക്ക് മടങ്ങി നിൽക്കുകയാണ്. വളരെ നേരത്തെ വരച്ചുകൊണ്ട് അവിടെ ഡീറ്റെയിൽ കൊടുത്തു. ഇവിടെയൊക്കെ ഡീറ്റെയിൽ കൊടുക്കാം. ഇവിടെ നമുക്ക് കുറച്ച് സെപ്പറേഷൻ ഉണ്ടാവും. ഈതളുകൾ സെപ്പറേറ്റ് ആയി വരുന്നുണ്ട്. നോക്കുക, അവരിതൊരു ഭംഗിയായിട്ട് വന്നു. ഇവിടെ നമ്മൾ വളരെ പതുക്കെ കുറച്ച് കളർ കൊടുക്കുന്നുണ്ട്. അതൊക്കെ അങ്ങനെ കട്ടിയായിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ ബ്രഷിൽ വെള്ളം എടുത്തിട്ട് ഇവിടെ അങ്ങ് ലയിപ്പിക്കണം. ഇതൊരു 2-3 പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ കേട്ടോ. ഞാൻ ഇവിടെ ഒരു ഉൾഭാവമായിട്ട് ഇതുപോലെ ഞാൻ ഇവിടെ കാണിച്ചിരുന്നു. അല്ലേ, അകത്തായി തോന്നില്ല കേട്ടോ. നമ്മൾ ഇവിടെ ഒരല്പം സോഫ്റ്റ് ആക്കി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് വെള്ളം കൊണ്ട് ലയിപ്പിച്ചുകൊണ്ട് നോക്കാം. ഇപ്പോൾ ഒരു ഡയമെൻഷൻ തോന്നില്ലേ. ഇതാണ് അളവുകൾ പഠിക്കാനുള്ള മാർഗം. അല്പസ്വല്പം കളറൊക്കെ മിക്സ് ചെയ്തിട്ട് നോക്കാം. നമുക്ക് ഇവിടെ നമുക്ക് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഇപ്പോൾ ഈ കളർ തന്നെ വെള്ളത്തിൽ നമ്മൾ ഒന്നുകൂടി വാഷ് ചെയ്യാൻ നോക്കാം. ഇങ്ങനെ വെച്ചിട്ട് വെള്ളം തൊട്ട് ഈ സൈഡൊക്കെ നമുക്ക് ലയിപ്പിക്കാം. വെള്ളം തൊട്ട് വെള്ളം കൊണ്ട് ഈ അരികിലൂടെ മാത്രമേ ബ്രഷ് ഓടിക്കാവുള്ളൂ, ഇങ്ങോട്ടൊന്നും കയറരുത്. ഇവിടെ വന്ന് അടുത്ത് നമുക്ക് ഇവിടെ വെക്കാം. എന്നിട്ട് വെള്ളം തൊട്ട് ഇവിടെ അങ്ങ് ലയിപ്പിക്കാം. ഇത് വളരെ സ്മൂത്തായിട്ട് വാഷ് ചെയ്യുന്ന രീതി പറഞ്ഞു തരുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞ് നമ്മൾ കോൾഡ് പ്രസ് പേപ്പറിൽ നമ്മൾ ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്യുമ്പോൾ സ്പ്രെഡ് ചെയ്ത് എങ്ങനെയാണ് ചെയ്യേണ്ട രീതിയൊക്കെ നമുക്ക്
കുറച്ച് കഴിയുന്ന ക്ലാസ്സുകളിലൊക്കെ ചെയ്യാം. അടുത്ത ക്ലാസ്സിലല്ല, കുറച്ചുകൂടി നിങ്ങൾക്ക് വർക്ക് പഠിപ്പിച്ചിട്ട് അങ്ങനെ ചെയ്യാം. ഇത് ഏറ്റവും പതുക്കെ ചെയ്തു വരുന്ന രീതിയാണ് ഈ കാണിക്കുന്നത്. നോക്കുക. ഞാൻ കൂടുതൽ സമയം പോവുകയാണെങ്കിൽ 5 മിനിറ്റ് ഒന്ന് പോസ് ചെയ്ത് വെച്ച് ഇത് തന്നെ ഒന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്കി കാണിക്കാം കേട്ടോ. ബാക്കി ഈ വർക്ക് തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ 2 മിനിറ്റ് ഒന്ന് പോസ് ചെയ്ത് വെച്ച് ബാക്കി കംപ്ലീറ്റ് ആക്കുക. അല്ലെങ്കിൽ ഒരുപാട് സമയം മുന്നോട്ട് പോകും. കാരണം നമുക്കിത് എഡിറ്റിംഗ് ഇല്ലല്ലോ, അതുകൊണ്ടാണ്. നോക്കാം. അപ്പോൾ ഇതെല്ലാം ഇതുപോലെയാണ് ചെയ്യുന്നത്. അത് ഞാനൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. നോക്കുക, നമ്മളിവിടെയും കുറച്ച് ഡെപ്തൊക്കെ വെച്ച് ഡാർക്ക് കൊടുത്തിട്ട് ഇതിലൊക്കെ വേർതിരിച്ചെടുത്തു. നമ്മൾ ഈ നേരത്തെ ചെയ്ത പോലെ തന്നെ കേട്ടോ. കണ്ടോ വെച്ചു. അപ്പോൾ ഞാൻ അത്രയും ഓടിച്ച് വിട്ട് പോസ് ചെയ്ത് വെച്ചത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെയാണ് ഇവിടെ ചെയ്തതെന്ന് പറയാനാണ്. ഇവിടെ കുറച്ച് വെള്ളമൊക്കെ നിൽക്കുന്നത്, അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇത്രയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ഈ സാൻഡ് ഗ്രീനും അല്പം ഡീപ്പ് ഗ്രീനും കൂടെ ചേർത്തിട്ട് കുറച്ചുകൂടെ വെള്ളത്തിൽ ഈ ബ്രഷ് കൊണ്ട് തന്നെ ചെയ്യാം. നോക്കൂ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഹോൾഡ് ചെയ്യുന്ന ബ്രഷ് എടുക്കുമ്പോഴാണ് എപ്പോഴും നല്ലതെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ നമുക്ക് 2 പ്രാവശ്യം വീണ്ടും മുക്കേണ്ടി വരും. എന്നാൽ നമ്മൾ നേരത്തെ എടുത്തൊരു മോപ്പ് ബ്രഷ് ആണെങ്കിൽ എന്ത് പറ്റും, മോപ്പ് ബ്രഷിൽ കൂടുതൽ വെള്ളം ഹോൾഡ് ചെയ്ത് നമുക്ക് വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാം. എന്നാൽ നമ്മൾ എടുക്കുന്ന പേപ്പർ, വാട്ടർ കളറിന് ഉപയോഗിക്കുന്ന പേപ്പർ മിനിമം ഒരു 300 GSM ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇനി നമുക്ക് തുടക്കക്കാർക്ക് വേണമെങ്കിൽ നല്ല ചാർട്ട് പേപ്പർ മേടിച്ചായാലും വർക്ക് ചെയ്യാം കേട്ടോ. പേപ്പറിലൂടെ ചേർക്കും, കുറച്ചുകൂടെ ഡാർക്ക് ചെയ്യും. തുടക്കക്കാർക്ക് എന്ത് പറ്റും, ചാർട്ട് പേപ്പറിൽ ചെയ്യാം. പക്ഷേ ചാർട്ട് പേപ്പർ ഇപ്പോൾ വരുന്നത് പണ്ടൊക്കെ നല്ല കുറച്ച് തിക്നെസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 100-110 GSM താഴെയുള്ളൂ ചാർട്ട് പേപ്പർ. മറ്റേത് അതല്ലായിരുന്നു. കുറച്ചുകൂടെ നല്ല ഡാർക്ക് ചാർട്ട് പേപ്പർ, നല്ല തിക്നെസ് ഉള്ള ചാർട്ട് പേപ്പർ കിട്ടുമായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഡാർക്ക് ചെയ്ത് വരുന്ന പറയാമെന്നാണ്. അപ്പോൾ അങ്ങനെ ചാർട്ട് പേപ്പറിലൊക്കെ നിങ്ങൾക്ക് നോക്കാം. കണ്ടോ, എൻ്റെ കൈ അറിയാൻ തൊട്ടാണ്. ഇതാണ് വരുന്ന അബദ്ധങ്ങൾ. ശ്രദ്ധിച്ചില്ലെങ്കിൽ കൈ പോകും. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ വരുന്നൊരു അബദ്ധമാണത്. എന്തായാലും കൂടെ നമുക്ക് അവനെ കളയാം. അതെങ്ങനെയാവട്ടെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ ഐവറി ഷീറ്റോ അല്ലെങ്കിൽ ഇതുപോലെ 200 GSMൻ്റെ ഒരു ബുക്കോ ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് തൽക്കാലം വർക്ക് ചെയ്ത് പഠിക്കാം. ഞാൻ ഇന്ന് ചെയ്ത രീതി നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഒരു സംശയം ചോദിക്കാം കേട്ടോ. ശ്രദ്ധിക്കാതെ ചെയ്താൽ അബദ്ധം പറ്റുന്നത് ഇപ്പോൾ മനസ്സിലായില്ലേ. അതാരാണെങ്കിലും അത്ര ഇങ്ങനെ പെടുന്നു. അത് അനിവാര്യമാണ്. അങ്ങനെ ഒരു തെറ്റുകൂടെ വരണം. എന്നാലേ ഇതിലൂടെ നമ്മൾ എല്ലാം ശരിയായിട്ട് പോയിട്ട് കാര്യമില്ല. ഒരു തെറ്റുകൂടെ പഠിക്കണ്ട അല്ലേ. തെറ്റാതിരിക്കണമെങ്കിൽ എങ്ങനെ നമ്മളെപ്പോഴും മുകളിൽ നിന്ന് വർക്ക് ചെയ്ത് വരണമെന്നാണ് നമ്മളോടൊക്കെ സാറൊക്കെ പണ്ടേ പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതുപോലുള്ള അബദ്ധങ്ങൾ നമുക്ക് പറ്റും. കൂട്ടി തന്നെ ഞാനിതങ്ങ് ഫില്ല് ചെയ്ത് പോകാം. ഓക്കെ. അപ്പോൾ നമ്മൾ സാബ്രി ലൈറ്റ് ആക്കണമെങ്കിൽ അല്പം ലെമണല്ലോ ഇതൊക്കെ ചേർത്ത് ഇതിൽ ചെയ്യാം. ഇങ്ങനെ ചെയ്തിരിക്കുന്നു. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കടക്കാം. കുറച്ചുകൂടി ലൈറ്റായിട്ട് നമുക്ക് ഇലയുടെ ഈ ഭാഗം എടുക്കാം. എന്നാൽ ഈ തണ്ട് കണ്ടില്ലേ, ഈ തണ്ടും ഇലയുമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തോന്നണം. അതുപോലെ തന്നെ ഈ മടക്കില്ലേ ഇലയുടെ, അത് എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ബ്രഷ് ചെയ്ത രീതി മനസ്സിലായില്ലേ. ഇത് ഞാൻ എപ്പോഴും പറയുന്നത് പ്രഗത്ഭരായ ആർട്ടിസ്റ്റുമാർക്ക് വേണ്ടിയുള്ള വർക്കേ അല്ല. അവർ ചെയ്യുന്ന രീതിയും കുറച്ച് വ്യത്യസ്തമാണ്. ഞാൻ തന്നെ കുറച്ച് പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയല്ല ചെയ്യുന്നത് കേട്ടോ. പക്ഷേ പഠിക്കാൻ ഇതാണ് നല്ലത്. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് വർക്ക്. ഇത് മോശമാണെന്നല്ല പറഞ്ഞു, ഇതാണ് ഏറ്റവും നല്ലൊരു മാർഗ്ഗം പഠിക്കാനായിട്ട്. നമുക്കല്ലാതെ വലിയ ഒരുപാട് കളറുകൾ വെക്കുന്ന വലിയ വർക്കുകളൊക്കെ ചെയ്ത് നമുക്ക് പഠിക്കാൻ പാടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ലളിതമായ രീതിയിലൂടെ നമുക്ക്
പഠിക്കാമെന്ന്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഹയർ ലെവൽ പഠിക്കാം. അതുപോലെ നമ്മളെപ്പോഴും പറയുന്നതാണ്, ഒരുപാട് ആർട്ടിസ്റ്റുമാർ വാട്ടർ കളർ വർക്ക് യൂട്യൂബിൽ ചെയ്യുന്നുണ്ട്. അവരൊക്കെ നമുക്ക് തരുന്ന വലിയ അറിവുകളാണ്. നിങ്ങൾ അവരെയൊക്കെ പോയി കാണണം കേട്ടോ. കേവലം ഇതൊരു ബിഗിനർ ലെവലാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹയർ ലെവൽ പഠിക്കാൻ ഇപ്പോൾ ഉടനെ പഠിക്കണമെങ്കിൽ അവരുടെ പോയി വർക്ക് കാണും. ഒരുപാട് പേര് വരയ്ക്കുന്നുണ്ടല്ലോ. നമ്മുടെ മലയാളത്തിൽ തന്നെ എത്രയോ നല്ല ആർട്ടിസ്റ്റുമാർ വാട്ടർ കളർ ചെയ്ത് കാണാം. അതൊക്കെ നിങ്ങൾ കാണുക. ഒരു ബിഗിനർ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ വാട്ടർ കളർ വെക്കാം. കൊച്ചു പിള്ളേർക്ക് ചെയ്യുന്ന നല്ലതാണ്. ഇതിൻ്റെ അകത്തായതുകൊണ്ട് ഈ ഷെയ്ഡ് നമ്മളിവിടെ ഇട്ടത് നിൽക്കുന്നു. ഇവനെ നമുക്ക് ഈ തണ്ടിന് ഇവിടെ കൊടുക്കാം. ഉണ്ട് ലൈറ്റ് കളർ. നോക്കൂ എത്ര സിമ്പിളാണ്. ഇനി വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെയ്യാം. നമ്മൾ ആ സാഹസമൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. തൽക്കാലം നമുക്ക് ഇത്രയും വർക്ക് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലായി ഞാൻ കരുതുന്നു. ഇവിടെ ഒരു പാടുണ്ട്, അതവിടെ കിടന്നോട്ടെ, നമ്മളത് ടച്ച് ചെയ്യേണ്ട. ഇങ്ങനെ ഏറ്റവും സിമ്പിളായിട്ട് വാട്ടർ കളർ ചെയ്യുക. ഇതൊരു ബിഗിനർ ലെവലാണ്. നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ചെയ്തു നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മുടെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിലൊക്കെ അറിയിക്കുക. ഒരു സെക്കൻഡായിട്ട് ഒരു ചെറിയ ഭാഗം കൂടെ വിട്ടുപോയി, സോറി. ഇതൊന്ന് മനസ്സിലായത്. ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ ഇവിടെ ഇതിൻ്റെ അടിയിലായതുകൊണ്ട് കുറച്ച് നിഴൽ പോലെ വരുന്നുണ്ട്. നമ്മളത് എപ്പോഴും ചെയ്യണം. ഒരു ഷെയ്ഡ് വീഴുമെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്ത് വെക്കണം. ഒരു പ്രത്യേക രീതിയിൽ വരും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വലിയ അഭിപ്രായം അറിയിക്കുക. തുടക്കക്കാർക്കുള്ള ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ തുടക്കത്തിൽ ഇങ്ങനെ തന്നെ പ്രാക്ടീസ് പഠിക്കുക. തുടർന്ന് കുറച്ചുകൂടി ഉയർന്ന തലത്തിലുള്ള ക്ലാസ്സുകളിലേക്ക് നമുക്ക് വരാം. അതുവരേക്കും തൽക്കാലം വിടാം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഒരുപാട് ഇഷ്ടം.